ലഹരിക്കെതിരെ ആഹ്വാനവുമായി ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകൾ. പെരുന്നാൾ ദിനം ലഹരിക്കെതിരായ പോരാട്ടമാക്കി മാറ്റണമെന്ന് മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സർക്കാർ നടപടികളെ പിന്തുണയ്ക്കണമെന്ന് പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി ഈദ് ദിന സന്ദേശത്തിൽ പറഞ്ഞു. റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരി അടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. ജിഹാദുൻ നഫ്സി വൽ ഹവാ, ഇച്ഛയോടും സ്വാർത്ഥ താല്പര്യങ്ങളോടും മൃഗീയമായ മനുഷ്യന്റെ വികാരങ്ങളോടുമുള്ള ചോദനകളോടും അതുപോലെ തന്നെ പ്രലോഭനങ്ങളോടും എല്ലാമുള്ള സമരമായിരുന്നു റമളാൻ എന്ന് പറയുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി അതിലേക്ക്. പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹ് അങ്ങനെ അവസാനിച്ചു. ഇത് സന്ദേശം പാളയം ഇമാം വി.പി. ഡോക്ടർ സുഹൈബ് മൗലവി നൽകി. എന്തായാലും അവസാന ഘട്ടം, അതായത് സന്ദേശം നൽകിയ ശേഷം പരസ്പരം ആലിംഗനം ചെയ്ത് ഈദ്ഗാഹ് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ ഒരു മാസം നീണ്ട ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം മാസം, ആ മാസം കഴിഞ്ഞ് ശവ്വാൽ മാസപ്പിറവിയോടുകൂടി ആ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് ഇനി വിശ്വാസികൾ കടക്കുക. ചെറിയ പെരുന്നാൾ ഇനിയെല്ലാം ആഘോഷം വീട്ടിലേക്ക് എത്തിയ ശേഷമാണ്. വീടുകളിൽ ആഘോഷങ്ങളും ഒപ്പം രാത്രിയോളം നീളുന്ന ഒത്തുചേരലുകളുമെല്ലാം ഈ ചെറിയ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയുമാണ്. പാളയം മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദ്ഗാഹിൽ 5000-ലധികം പേർ പങ്കെടുത്തു. 5000-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ഈ സന്ദേശത്തിൽ ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെയുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈദ് സന്ദേശം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി നൽകിയത് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. അക്രമങ്ങൾക്കും ലഹരിക്കുമെതിരെ നിൽക്കണം, അക്രമങ്ങളും ലഹരിയും നടത്തുന്നവരെ മാറ്റി നിർത്തണം, ഇത്തരത്തിൽ കുട്ടികളെ ചേർത്ത് നിർത്തണം, കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കണം, കുട്ടികളുടെ അക്രമവാസനകൾ ഒഴിവാക്കണം തുടങ്ങിയ സന്ദേശങ്ങൾ കൂടി ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി നൽകി. ഒപ്പം പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വഖഫ് നിയമഭേദഗതിയിൽ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും വളരെ ഏകദേശം 7:30 തുടങ്ങി 1 മണിക്കൂറോളം നീണ്ടു നിന്ന ഈദ്ഗാഹ് അങ്ങനെ അവസാനിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം, തിരുവനന്തപുരം നഗരത്തിൽ ഉള്ള എല്ലാവരും എത്തുന്ന സ്ഥലമാണ് പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇവിടെയാണ് പ്രധാന ഈദ്ഗാഹ് നടന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മറ്റ് പല മേഖലകളിൽ, പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിലും ഭീമാപള്ളി, പൂന്തുറ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹ് നടന്നു. പള്ളികളിൽ പ്രത്യേക ഇതിനോടനുബന്ധിച്ചുള്ള സന്ദേശങ്ങളും നൽകി. എന്തായാലും ഒരു മാസത്തെ ഒരു ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം ആ ഒരു കാലഘട്ടം അങ്ങനെ അവസാനിക്കുകയാണ്. പകൽ ഇത്രയും ചൂടത്ത് പോലും കുടിവെള്ളം പോലും ഉപേക്ഷിച്ച് ആ ഒരു പ്രാർത്ഥനയുടെ കാലമായിരുന്നു ഈ റംദാൻ മാസത്തിൽ കണ്ടത്. ആ ത്യാഗത്തിൻ്റെ ഒരു അത്യുജ്വലമായ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു അവസാന ദിവസം. എന്തായാലും ഇനി വീടുകളിലേക്ക് ആഘോഷങ്ങൾ മാറുകയാണ്.